ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു സിനിമ കാണാനായിട്ട് ബെർലിനിൽ വന്നതാണ്. എല്ലാ വീക്കെൻഡും എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യും. അവസാനം എല്ലാ പ്ലാനിങ്ങും കറങ്ങി തിരിഞ്ഞെത്തുന്നത് ബെർലിനിലാണ്. ഞാൻ താമസിക്കുന്ന ഗ്രാൽമ്യൂരിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബെർലിനിലേക്ക് ഒരു മോർ ദാൻ 3 hours ട്രാവലുണ്ട്. ഞങ്ങൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ബെർലിനിലെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡൻബുർഗ് ടൂറിനടുത്തായിട്ട് മാരത്തോൺ ഇവൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു അവിടെ. സമയം ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിന്നതിന് ശേഷം ഞങ്ങളുടെ സിനിമ കാണാനായിട്ട് പോവാണ്. ഈ ബ്രാൻഡൻബുർഗ് ടൂറിൽ നിന്ന് ഞങ്ങൾക്ക് പോസ്റ്റ്ഡാമ പ്ലാറ്റ്സിലേക്കാണ് പോകേണ്ടത്. അത്യാവശ്യം നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. അതുപോലെ ബസ്സിൻ അവൈലബിൾ ആണ്. ഞങ്ങൾ പിന്നെ ഇങ്ങനെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെ നടന്ന് ബെർലിനൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് സിനിമയ്ക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. ഞാൻ പലതവണ ബെർലിനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബെർലിനിൽ വരുന്ന സമയത്ത് എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫാണ്. ഞാൻ താമസിക്കുന്നത് ഒരു വില്ലേജിലാണ്. ഇവിടെ ഗ്രാൽമ്യൂരിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സോ ഇറ്റ് ഈസ് എ വില്ലേജ്. നമ്മൾ വില്ലേജിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കാണുന്ന എല്ലാ ഡിഫറൻസും നമുക്ക് ബെർലിനിൽ വരുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് അത്യാവശ്യം തിയേറ്റർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്കൊരു ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു മലയാളം സിനിമയോ ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ബെർലിൻ പോലെയുള്ള ബിഗ് സിറ്റികൾ തന്നെയാണ് ശരണം. ഇവിടെ അതുപോലെ ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതും നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ശരവണ ഭവനിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇഡലിയും അതുപോലെ തന്നെ ദോശയും അത്യാവശ്യം കേരള ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നൊസ്റ്റാൾജിയൊക്കെ അയവിറക്കിയിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു വെൽ സ്പെൻഡ് ഡേ അല്ലെങ്കിൽ ഒരു നൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.